PCO എന്ന് പറയുന്നത് ഇപ്പോൾ വരാൻ കാരണം ഈ എൻവയോൺമെൻറ്റൽ പൊല്യൂട്ടൻസ് എന്ന് കുറച്ച് സാധനങ്ങളുണ്ട്. ആ ട്രിഗർ ഫാക്ടർ എപ്പോഴും അവരുടെ ഉള്ളിലുണ്ട്. KFC അപ്പം ബാൻഡ് എന്നല്ല, പ്രൊഹിബിറ്റഡ് ആണ് പ്രഗ്നന്റ് ലേഡീസിന്. ഇറ്റ് ക്ലിയർലി ഹാസ് എ കോമ്പൗണ്ട് ഇൻ വിച്ച് ഇസ് ബാഡ് ടു ദി എംബ്രിയോ. നല്ല മനസ്സുള്ള ഞാൻ അല്ല. ഹായ്, ഞാൻ ഡോക്ടർ അഞ്ജു. I'm Dr. Minnu. Welcome to the second series of 2 Gynec 1 Goal. In collaboration with Prime Energy Solutions, Prime Solar. ഈ PCO ജനറ്റിക്കലി നമുക്ക് കിട്ടുന്നതാണോ? അതായത് അമ്മയുടെ കുഞ്ഞിനോട്. ഓക്കെ, PCO എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻ്റർ ജനറേഷണൽ ട്രാൻസ്മിഷൻ ഉള്ള ഡിസീസ് തന്നെയാണ്. അപ്പോൾ എല്ലാവരുടെയും വിചാരം നമ്മുടെ അടുത്ത് ഇപ്പോൾ ഒരു പേഷ്യൻ്റ് നമ്മൾ വരുമ്പോഴത്തേക്ക് ഞാൻ ഇന്നലെ സ്കാൻ എടുത്തു, അതിനകത്ത് PCO ഉണ്ട്, പോളിസിസ്റ്റിക് ഓവറീസ് ഉണ്ടായിരുന്നു, ബൾക്കി ഓവറീസ് വിത്ത് നെക്ലസ് പാറ്റേണിൽ ഫോളിക്കിൾസ് ഉണ്ട്, അപ്പോൾ എനിക്ക് PCO ഉണ്ട് എന്നാണ്. സോ വാട്ട് ദേ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഇസ് PCO എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ അമ്മയുടെ ഉള്ളിൽ എംബ്രിയോ ആയിട്ടിരുന്നപ്പോൾ തന്നെ അവർക്ക് കിട്ടിയ ഒരു സാധനമാണ് PCO. അതിപ്പോഴാണ് കാണിച്ചു തുടങ്ങിയെന്ന് മാത്രം. അതായത് ബേസിക്കലി ഇപ്പം അമ്മയുടെ നിന്ന് എങ്ങനെ കുഞ്ഞിലോട്ട് വന്നു എന്ന് ചോദിച്ചാൽ, അമ്മ പ്രഗ്നൻ്റ് ആയിരുന്നപ്പം ഉള്ള എക്സ്പോഷർ, അപ്പോൾ അത് വേണമെങ്കിൽ ചിലപ്പം ആ സമയത്ത് അമ്മയ്ക്ക് എന്തെങ്കിലും രീതിയിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നിരിക്കാം, ചിലപ്പോൾ പ്രീ ഡയബറ്റിക് ആയിരുന്നിരിക്കാം. ജസ്റ്റേഷണൽ ഡയബറ്റീസ് ചിലപ്പം ഷീ മൈറ്റ് നോട്ട് ഹാവ് ഹാഡ്, പക്ഷേ ഇൻസുലിൻ റെസിസ്റ്റൻസ് കാണും അമ്മയ്ക്ക് എന്തെങ്കിലും രീതിയിൽ, അതുണ്ടായിരിക്കാം. അത് കാരണം അല്ലെങ്കിൽ ചിലപ്പോൾ പുള്ളിക്കാരിക്ക് തന്നെ PCO കാണും, അപ്പോൾ അത് കാരണം തന്നെ അൺഡയഗ്നോസ്ഡ് PCO കാണും. അത് കാരണം എന്തെങ്കിലും രീതിയിൽ പുള്ളിക്കാരിയുടെ ശരീരത്തിൽ ആൻഡ്രോജൻസ് കൂടിയിട്ടുണ്ടെങ്കിൽ അത് ഫീറ്റസിലും കൂടും. അങ്ങനെ ഫീറ്റൽ ആൻഡ്രോജൻ എക്സ്പോഷർ വന്നിട്ടുണ്ടാവും. സ്പെസിഫിക് ആയിട്ട് കുറച്ച് ജീൻസ് ഉണ്ട്. അപ്പം എന്താ പറയുക, ഈ ജീൻസ് കാരണം ഇപ്പം ജീൻസ് ഈ മദറിൽ നിന്ന് ഇപ്പം ഈ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഐ ആം ടോക്കിംഗ് അബൌട്ട് ഫീമെയിൽ. അപ്പോൾ ഇതിനെ ഇംപ്ലിക്കേറ്റ് ചെയ്തിട്ടുള്ള 2 ജീൻസ് സ്റ്റഡി ചെയ്തിട്ടുണ്ട്. ഒരു H3K27 H3K4 എന്ന് വേണ്ടി 2 ജീൻസ് ഉണ്ട്. അപ്പം ആ ജീൻസ് കാരണം ഒരു അബ്നോർമൽ ആയിട്ടുള്ള DNA മെത്തിലേഷൻ നടക്കുന്നുണ്ട് ബോഡിയിൽ. ഇതൊക്കെ ഭയങ്കര ചെറിയ എംബ്രിയോ സ്റ്റേജിലേ നടക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു ട്രാൻസ്മിറ്റഡ് ആയിട്ട് വന്ന ഒരു എന്താ പറയുക, ഒരു ഡിസീസ് തന്നെയാണ് PCO. അല്ലാതെ നമ്മളിപ്പം മെനാർക്കായിട്ട് കുറച്ച് വർഷം കഴിഞ്ഞിട്ട് മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് കാരണം വന്ന് അങ്ങനെയല്ല ഒരു സംഭവം കൊണ്ട് മാത്രം വരുന്നതല്ല. ആ ട്രിഗർ ഫാക്ടർ എപ്പോഴും അവരുടെ ഉള്ളിലുണ്ട്. പിന്നെ ലൈഫ് സ്റ്റൈലും കൂടെ ചേരുമ്പോഴത്തേക്ക് അതങ്ങ് ഒരു ആക്ടിവേറ്റ് ആവും. അതാണ്. സോ ഇപ്പം കുറേ സാധനങ്ങളുണ്ട്. കാരണം ഈ പണ്ടൊന്നും ഇതില്ലായിരുന്നു PCO എന്ന് പറയുന്നത്. ഇപ്പോൾ വരാൻ കാരണം ഈ എൻവയോൺമെൻറ്റൽ പൊല്യൂട്ടൻസ് എന്ന് കുറച്ച് സാധനങ്ങളുണ്ട്. അതാണ് നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റത്തിനെ എഫക്റ്റ് ചെയ്യുന്നത്. എൻഡോക്രൈൻ ഡിസ്റപ്റ്റിംഗ് കെമിക്കൽസ് എന്ന് പറയും, EDC. അപ്പോൾ EDC പല ടൈപ്പ് ഉണ്ട്. പെസ്റ്റിസൈഡ്സ്, ഇപ്പോൾ നമ്മൾ ഓർഗാനിക്കലി വെജിറ്റബിൾസും ഫ്രൂട്ട്സും വാങ്ങണം അല്ലെങ്കിൽ വെക്കണം എന്നൊക്കെ പറയാറില്ലേ, എന്തുകൊണ്ടാണ്? അത് ഈ പെസ്റ്റിസൈഡ്സ് അടിച്ച് വരുന്ന ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണെങ്കിൽ ഇതിലെല്ലാത്തിലും ഉണ്ട്. പിന്നെ BPA, പാരബെൻസ്, ടെഫ്ലോൺ കോട്ട് ചെയ്ത നോൺ സ്റ്റിക്ക് കുക്ക് വെയർ ഒക്കെ ഇല്ലേ, അതൊക്കെ ഭയങ്കര മോശമാണ്. അത് ഒരു രീതിയിൽ നല്ലതാണ്, ഭയങ്കര ഇഷ്യൂ ആയതാണ് ആക്ച്വലി US-ലൊക്കെ. കാരണം ആ ടെഫ്ലോൺ ഉണ്ടാക്കാൻ ഉപയോഗിച്ച ആ മോളിക്യൂള് വന്ന് ഭയങ്കര കാർസിനോജനിക്കാന്ന് പറഞ്ഞിട്ട് അവരത് മാറ്റി ഇപ്പോൾ ആ മോളിക്യൂള് ഡിവൈഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ അത് എത്രത്തോളം നമുക്ക് വിശ്വസിക്കാം അതറിയില്ല. പിന്നെ അവർ പറയാറുള്ള ഇപ്പോൾ നോൺ സ്റ്റിക്ക് കുക്ക് വെയറിൽ തന്നെ കുറേ സ്ക്രാച്ചസ് വീണ് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് ഉണ്ടാക്കുന്നത് ഫ്യൂംസിൽ നിന്ന് തന്നെ വരും എന്നാണ് പറയുന്നത്. ഫ്യൂംസിൽ ഈ കാർസിനോജനിക് മെറ്റീരിയൽ ഉണ്ടാവും. അപ്പം ഞാനീ പറയുന്നത് ക്യാൻസർ തന്നെ കോസ് ചെയ്യണം എന്നില്ല, ഈ ചെറിയ ചെറിയ ലൈഫ് സ്റ്റൈൽ ഡിസീസ് തന്നെ ഉണ്ടാവും. ഇൻഫെർട്ടിലിറ്റി, PCO, ഇതൊക്കെ ഇതിൽ നിന്ന് വരും. പാരബെൻസൊക്കെ ഈ ഷാമ്പൂലൊക്കെ ഉള്ള ഷാമ്പൂ, ഡവ് സോപ്പ് ഇപ്പോൾ ഇന്നാൾ ബാൻ ചെയ്തായിരുന്നു UK-ലും. അങ്ങനെ 2-3 അടുത്ത കാലം വരെ ഡവിലായിരുന്നു. അതെ. ഡവിലും അങ്ങനത്തെ ഒരു ഇൻഗ്രീഡിയൻറ്റ്, ഫെർട്ടിലിറ്റിനെ ബാധിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് ഡവ് സോപ്പിലുണ്ട്. മിക്കവാറുള്ള എല്ലാ കോസ്മെറ്റിക് പ്രൊഡക്ട്സിലും ഇല്ലേ? കോസ്മെറ്റിക് പ്രൊഡക്ട്സിലുള്ള കുറേ ഉണ്ട്. അപ്പോൾ ഈ ഓർഗനോ ക്ലോറൈഡ്സ്, പെർഫ്ലൂറോ കോമ്പൗണ്ട്സ് കുറേ ഉണ്ട്. അപ്പം ഇതൊക്കെ വിട്ട് നമ്മൾ നിൽക്കണം എന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടാണ്. നമ്മൾ ഫുള്ളി ഭയങ്കര മിനിമലിസ്റ്റ് ലിവിങ്ങിലോട്ട് മാറണം, വീഗൻ ബാക്ക് ടു അത് തന്നെ. അതുപോലത്തെ ലൈഫ് സ്റ്റൈലൊക്കെ നമ്മൾ ചൂസ് ചെയ്യേണ്ടി വരും. അത് ഭയങ്കര പാടാന്നറിയാം. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പറ്റത്തില്ല. മാക്സിമം നമ്മളെ കൊണ്ട് പറ്റാവുന്ന സ്റ്റെയിൻലെസ് സ്റ്റീലോ കാസ്റ്റ് അയണോ അലൂമിനിയം കോമ്പൗണ്ട്സ് വെച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ ഉപയോഗിക്കുക. മാക്സിമം പ്ലാസ്റ്റിക് ഒഴിവാക്കുക. അറ്റ്ലീസ്റ്റ് when you're pregnant inside with your female embryo, you have to avoid plastics. പ്ലാസ്റ്റിക് ബോട്ടിലിൽ നിന്ന് വെള്ളം കുടിക്കുന്നത്, ക്യാൻഡ് ഫുഡ്സൊക്കെ
ക്യാനിലുള്ള ഫുഡൊക്കെ അറ്റ്ലീസ്റ്റ് ആ സമയത്ത് നമ്മൾ യൂഷ്വലി പറയുന്നല്ലോ കോക്ക്. ഇപ്പം ഞാനിപ്പോൾ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ ഞാൻ KFC പോയായിരുന്നു. KFC പോയപ്പോൾ അവരെന്നെ കടത്തി വിട്ടില്ല. അപ്പം എന്താ അപ്പം അതിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് അവർക്ക് തന്നെ അറിയാം. ഇല്ല അവർ വിട്ടില്ല. എനിക്ക് KFC കഴിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ അവർ സമ്മതിച്ചില്ല. അതെ, അപ്പോൾ അവർ നല്ല മനസ്സുള്ളവരാ. ഞാൻ പോയപ്പോൾ അവർ വലിയ കോംബോ പാക്ക് തന്നാ തിരിച്ചു വിട്ടു. ആൻഡ് ഞാൻ ക്രേവിങ് വന്നിട്ട് പോയതാണ്. പക്ഷേ സ്റ്റാഫ് എല്ലാവരും കൂടെ പറഞ്ഞു, അവരുടെ പ്രോട്ടോക്കോളാണെന്നാണ് പറഞ്ഞത്. അവരുടെ റൂളാണ് പ്രഗ്നൻറ്റ് ലേഡീസിന് സെർവ് ചെയ്യാൻ പാടില്ല എന്ന്. അപ്പം മൈ തിങ് ഈസ്, ഇപ്പോൾ പ്രഗ്നൻ്റ് ആണെന്ന് എന്നെ കണ്ടപ്പോൾ മനസ്സിലായത് എന്താ, എനിക്ക് കുറച്ച് വയറൊക്കെ വന്നോണ്ടല്ലേ. അപ്പം ഐ മസ്റ്റ് ഹാവ് ബീൻ ലൈക്ക് 30 ക്രോസ് ചെയ്തിട്ടുണ്ടാവും. 30 വീക്സ് 8 മാസമോ 7 മാസം എന്തോ ക്രോസ് ചെയ്തിട്ടുണ്ടാവും. സോ വാട്ട് അബൌട്ട് ദ പ്രഗ്നൻറ്റ് ലേഡീസ് ബിഫോർ ദാറ്റ്? വയറൊന്നും കാണാത്ത ആ സ്റ്റേജിൽ അവർ KFC കഴിക്കാൻ വന്നിട്ടുണ്ടാകുമ്പോഴത്തേ അവർക്ക് അറിയില്ല. എന്തായാലും വരും, ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ എന്തായാലും വരും. എക്സാക്ട്ലി. അപ്പം KFC അപ്പം ബാൻഡ് എന്നല്ല, പ്രൊഹിബിറ്റഡ് ആണ് പ്രഗ്നന്റ് ലേഡീസിന്. അപ്പം വിച്ച് മീൻസ് ഇറ്റ് ക്ലിയർലി ഹാസ് എ കോമ്പൗണ്ട് ഇൻ ഇറ്റ്സ് ഫുഡ് വിച്ച് എന്താ പറയുക, വിച്ച് ഇസ് ബാഡ് ടു ദി എംബ്രിയോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒട്ടുമിക്ക ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറേ കോമ്പൗണ്ട്സ് ഉണ്ട് ഇങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ലാത്തത്. സോ അറ്റ്ലീസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് അത് ഞാൻ പറഞ്ഞത്, അറ്റ്ലീസ്റ്റ് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്താൽ കൊള്ളാം. അപ്പം കുറച്ച് പ്രഗ്നൻസി സേഫ് ആയിട്ടുള്ള കോസ്മെറ്റിക്സ് ഉപയോഗിക്കുക. പ്രഗ്നൻസി സേഫ് ആയിട്ടുള്ള കോസ്മെറ്റിക്സ് ഏതൊക്കെയാണ്? അത് ഈ പാരബൻസും സൾഫേറ്റ്സും വെച്ചാൽ പാരബൻ ഫ്രീ ആയിട്ടുള്ളത്. പിന്നെ 2-3 കുറച്ച് കോമ്പൗണ്ട്സ് ഉണ്ട്, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. അപ്പം ഇപ്പം ഇതിലിപ്പോൾ എന്ത് തന്നെ ആയാലും ഓർഗാനിക്കലി അങ്ങനത്തെ ഫുഡ് എടുക്കാൻ ശ്രമിക്കുക. ഫാസ്റ്റ് ഫുഡൊന്നും കൂട്ടല്ല, ഹോട്ടൽ ഫുഡ് ഒഴിവാക്കുക പ്രഗ്നൻ്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ തന്നെ, ഇപ്പോൾ നമ്മുടെ മുമ്പത്തെ ജനറേഷൻ ഇതൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്കാർക്കും അങ്ങനെ PCO ഒരു ടെൻഡൻസി വന്നിട്ടില്ല. ഇപ്പോഴാണ് PCO വരാൻ ചാൻസ്. കാരണം ഇതൊക്കെയാണ് നമ്മളിപ്പം ഡെലിബറേറ്റ്ലി വി ആർ യൂസിങ് പ്ലാസ്റ്റിക്സ്, നോട്ട് ലൈക്ക് വി കാൻ ലിവ് വിത്തൗട്ട് ഇറ്റ്. അത് മാത്രമേ നമ്മളെ സെർവ് ചെയ്യുന്നുള്ളൂ, അത് മാത്രമേ നമുക്ക് തരുന്നുള്ളൂ. അപ്പം നമ്മളത് ഉപയോഗിച്ച് പോകുന്നു. അങ്ങനെയാണ് മാക്സിമം നമ്മളെ കൊണ്ട് ഒഴിവാക്കാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം എൻഡോക്രൈൻ ഡിസ്റപ്റ്റിംഗ് കെമിക്കൽസ് ഉള്ള പദാർത്ഥങ്ങളുള്ള സാധനങ്ങളാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇറ്റ്സ് നാച്ചുറൽ ഫോർ യു ടു ഡെവലപ്പ് സംതിങ് കോൾഡ് എസ് PCO ഇൻ യുവർ ലേറ്റർ ലൈഫ്. പിന്നെ അത് വരാണ്ടിരിക്കാൻ എന്താ പറയുക, നേരത്തെ പോലെ ലൈഫ് സ്റ്റൈൽ ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്യണം. വന്നു പോയാൽ പിന്നെ അത് അത്രയേ ഉള്ളൂ. പിന്നെ യു ഹാവ് ടു ലിവ് ഇൻ സിങ്ക് വിത്ത് PCOനെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കണക്കാക്കിയിട്ട് നമ്മൾ ഹാൻഡ് ഇൻ ഹാൻഡായിട്ട് നമ്മൾ കൊണ്ടുപോകാനേ പറ്റത്തുള്ളൂ. അല്ലാതെ PCOനെ വെറുത്തിട്ട് എനിക്ക് PCO ആണ്, മൈ ഗോഡ് എനിക്ക് ഭയങ്കര സ്ട്രെസ്സാണ്, എനിക്ക് മെൻസസ് ഒന്നും ടൈമിൽ നടക്കുന്നില്ല, ഭയങ്കര മോക്കുരു, ഭയങ്കര ഹെയർ ഫോൾ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യമൊട്ടും തന്നെ ഇല്ല. ബിക്കോസ് ദിസ് ഇസ് നോട്ട് സംതിങ് വിച്ച് യു ക്യാൻ ക്യൂർ. അപ്പോൾ അതുമായിട്ട് നമുക്കങ്ങ് ഒരു സിംബയോട്ടിക് ആയിട്ട് റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്തിട്ട് ഇത് കൊണ്ട് നടക്കാവുന്നേ ഉള്ളൂ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ഇറഗുലർ സൈക്കിൾസ് ആണെങ്കിൽ കൺസീവ് ചെയ്യണമെങ്കിൽ അതിനെ റെഗുലറൈസ് ചെയ്തിട്ട് കറക്റ്റായിട്ട് ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റിനെ കണ്ടിട്ട് അവർ ഓവുലേഷൻ ഇൻഡക്ഷൻ മരുന്നൊക്കെ തന്നിട്ട് കൺസീവ് ചെയ്യാൻ നോക്കുക. അല്ലാതെ യു കാൻ റിയലി ഡു എനിത്തിങ് അബൌട്ട് PCO വന്നു, ഓക്കെ അപ്പം ഞാൻ കുറച്ചൊരു 20 മിനിറ്റിന് തൊട്ട് നടക്കാം എന്ന് പറഞ്ഞിട്ട് PCO പോകാനൊന്നും പോകുന്നില്ല. Physical activity is something which you can incorporate. One of the many things which you can incorporate into your daily life. നടന്നെന്ന് പറഞ്ഞുകൊണ്ട് PCO പോകാനൊന്നും പോകുന്നില്ല. PCO is going to be there because it's in your genes. So yes, it is genetic only. Genetic ആണ്. സോ കുറേ കാര്യങ്ങൾ നമ്മൾ ഡയറ്റിലും ലൈഫ് സ്റ്റൈലിലും മോഡിഫിക്കേഷൻ വരുത്തേണ്ടിയിരിക്കുന്നു. വൺ ഹ്യൂജ് തിങ് ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്യൂ തോന്നുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് സ്ട്രെസ്സാണ്. ഈ സ്ട്രെസ് എന്ന് പറയുന്നത് ഇപ്പം നല്ലപോലെ എല്ലാവർക്കും ഉള്ള ഒരു സാധനമാണ്. അപ്പോൾ സ്ട്രെസ് എന്തുകൊണ്ടാണ് ഇപ്പോൾ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഫെർട്ടിലിറ്റിനെ ബാധിക്കുന്നു, നമ്മുടെ ഓവറോൾ ഹെൽത്തിനെ ബാധിക്കുന്നു. അത് PCO ആയിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ യെസ്, ഓഫ് കോഴ്സ് PCO ആയിട്ട് ബന്ധമുണ്ട്. കാരണം സ്ട്രെസ് വിൽ ഇൻക്രീസ്, അല്ലെങ്കിൽ നമ്മുടെ ഹൈപ്പോതലാമോ പിറ്റ്യൂട്ടറി അഡ്രിനൽ ആക്സിസിനെയാണ് അത് സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുന്നത്. ഹൈപ്പോതലാമോ പിറ്റ്യൂട്ടറി ഒവേറിയൻ ആക്സിസ് ഉണ്ടല്ലോ, അതിനെ അത് ഡിസ്റപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ സപ്രസ് ചെയ്യും. അപ്പോൾ HPO ആക്സിസിനെ സപ്രസ് ചെയ്തിട്ട് HPA ആക്സിസ് ആണ് അത് സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിച്ചിട്ട് കോർട്ടിസോൾ ഭയങ്കരമായിട്ട് ബ്ലഡിൽ കൂട്ടും. അപ്പോൾ അതൊരു ഇൻഫ്ലമേറ്ററി മാർക്കറാണ് കോർട്ടിസോളിൻ്റെ അളവ് കൂടുമ്പോഴത്തേക്ക് പിന്നെ ഫുൾ ഡിസ്റപ്റ്റ് ആവും. സ്ട്രെസ് ഹോർമോൺ ആണ്. അതെ, പിന്നെ അവിടെ എവിടെയെങ്കിലും കൂടെ നടന്നുകൊണ്ടിരുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒക്കെ ഇപ്പോൾ ചാടി ഓടി വരാൻ തുടങ്ങും. അപ്പോൾ ഓൾറെഡി ഫാമിലിയിൽ ഡയബറ്റിക് ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ ഫുൾ ബ്ലോൺ പ്രീ ഡയബറ്റിക് ആവും. നമ്മൾ പ്രീ ഡയബറ്റിക് ആണോ എന്നൊക്കെ നോക്കാൻ ഇൻസുലിൻ റെസിസ്റ്റൻസ് നമുക്ക് ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കാൻ പറ്റും. അത്
ആരും റുട്ടീനായിട്ട് ചെയ്യുന്നതല്ല. പക്ഷെ ഞാനിപ്പോൾ റുട്ടീനായിട്ട് എല്ലാവർക്കും പറയാറുള്ള ഒരു സാധനമാണ് ഹോമ IR എന്നാണ് പറയുന്നത്. ഒരു ബ്ലഡ് ടെസ്റ്റാണ്, അത് ചെയ്ത് നോക്കാൻ പറയും. If it is elevated, then it means that you're pre-diabetic, not diabetic, you're pre-diabetic. Pre-diabetic ആണോ, then of course you should seek help. എന്തുവാ ഈ പറയുന്ന എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തണം. then if yes, മെറ്റ്ഫോമിൻ കഴിക്കണമെങ്കിൽ മെറ്റ്ഫോമിൻ കഴിച്ചേ പറ്റും. ബിക്കോസ് ഇറ്റ്സ് എൻ ഇൻസുലിൻ സെൻസിറ്റൈസർ. അതായത് നമ്മുടെ ഇൻസുലിൻ സെല്ലിനകത്ത് പോകണമെങ്കിൽ എന്ത് വേണം, റിസെപ്റ്റർ വേണം. ആ റിസെപ്റ്റർ വർക്ക് ചെയ്യാൻ ഇൻസുലിൻ സെൻസിറ്റൈസർ ഉപയോഗിച്ചേ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ അകത്തോട്ട് പോകത്തില്ല, ബ്ലഡിൽ ഇങ്ങനെ കിടക്കും ഇൻസുലിൻ, സെല്ലിനകത്തോട്ട് പോകത്തേയില്ല. അപ്പം എന്തെങ്കിലും ഇൻസുലിൻ സെൻസിറ്റൈസർ എടുത്തേ പറ്റത്തുള്ളൂ. പയോഗ്ലിറ്റസോണോ മെറ്റ്ഫോമിനാണ് ഏറ്റവും കൂടുതൽ കോമൺ, നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളത് മെറ്റ്ഫോമിനാണ്. അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് മോഡിഫിക്കേഷൻ അല്ല. പിന്നെ ഞാൻ മരുന്നൊന്നും കഴിക്കത്തില്ല, ഞാൻ ഭയങ്കര നാച്ചുറൽ രീതിയിൽ PCO ക്യൂർ ആക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ആ ഡിനയൽ ഫേസിൽ നമ്മൾ പുറത്തോട്ട് വരണം. So what you have to know is stress affects your ovary big time. അപ്പം സ്ട്രെസ്സ് എത്രത്തോളം ക്രോണിക് ആണോ അത്രത്തോളം പെട്ടെന്ന് ഇപ്പോൾ ഒരു അടുത്ത കാലത്ത് ഒരു സ്ട്രെസ്സ് വന്നു, ദാറ്റ് ഈസ് ഓക്കെ. അതൊരു അക്യൂട്ട് സ്ട്രെസ് ഈവൻ്റ് ആവാം. എന്തെങ്കിലും ആരുടെങ്കിലും മരണമോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സാമോ ഇൻ്റർവ്യൂ അങ്ങനെ കിട്ടാത്തതിൻ്റെ വിഷമോ, അതൊക്കെയാണ്. കുറച്ച് ക്രോണിക് ആയിട്ട് ഇഫ് യു ആർ ബീങ് സ്ട്രെസ്ഡ്. അത് സ്ട്രെസ് എന്ന് വെച്ചാൽ ഹെക്റ്റിക് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഫുഡും അതെ, ഈ ഇൻഫ്ലമേറ്ററി ഫുഡ്സ് ഒക്കെ ഇല്ലേ, അത് എടുത്തെടുത്തിട്ട് ക്രോണിക് ലോ ഗ്രേഡ് ഇൻഫ്ലമേഷൻ ബോഡിയിലുണ്ടെങ്കിലും അതും സ്ട്രെസ്സാണ്. ബോഡിക്ക് എന്ത് രീതിയിൽ സ്ട്രെസ്സ് വരുന്നത് സ്ട്രെസ്സാണ്. നമ്മുടെ ബ്രെയിൻ, അതായത് നമ്മുടെ സൈക്കോളജിക്കൽ സ്ട്രെസ്സ് മാത്രമല്ല ഉദ്ദേശിക്കുന്നത് ഞാൻ, ബോഡിയുടെ മെറ്റബോളിസിനെ അഫക്റ്റ് ചെയ്യുന്ന സ്ട്രെസ്സും ഒരു സ്ട്രെസ്സ് തന്നെയാണ്. അപ്പോൾ ക്രോണിക് ആയിട്ട് അങ്ങനെ ഒരു സ്ട്രെസ്സ് നമ്മുടെ ബോഡിയിലുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഓവറി ഈസ് ഗോയിങ് ടു ഗെറ്റ് അഫക്റ്റഡ്. അപ്പോൾ എന്നിട്ട് വന്ന് പറഞ്ഞിട്ട് ഞാൻ ഫെർട്ടൈൽ അല്ല കൺസീവ് ആവുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വിച്ച് മീൻസ് സം ഇഷ്യൂ ഇറ്റ് ഈസ് ഇൻ യുവർ ബോഡി ഫോർ എ വെരി ലോങ് ടൈം വിച്ച് you are not aware of or you did not take heed of. അപ്പം അങ്ങനെ ഒരു ഫാക്ടർ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് മാറ്റാൻ പാടാണ്. ദാറ്റ് ഈസ് സംതിങ് യു ഹാവ് ടു റിയലൈസ്. ഇപ്പോൾ വന്നു, ഒരു മാസത്തേക്ക് PCO മരുന്ന് എഴുതി, ഇനി കൺസീവ് ആവണം ഞാൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ ഐ വിൽ ബിക്കം ഓൾ റൈറ്റ്, നോ, ഇറ്റ്സ് ലൈക്ക് എ ജേർണി. കുറേ നാളത്തെ ഇപ്പം നോർമൽ BMI, ഇപ്പം വെയിറ്റ്, ഇപ്പം ലീൻ PCO അല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഒബീസ് PCO ആണെങ്കിൽ വെയിറ്റ് ഗെയിൻ എന്തെങ്കിലും ഉണ്ട്. സോ ഒരു 90 എബോ ഒക്കെ ആണെങ്കിൽ ഹൈറ്റിനനുസരിച്ച് ഇപ്പം 160 സെൻറ്റിമീറ്ററാണ്, അറ്റ്ലീസ്റ്റ് ഒരു 60 kg ആക്കണം. 60 kg ആക്കാൻ പാടാണെന്ന് എനിക്കറിയാം. ഐ എം നോട്ട് സേയിങ് 60 kg ആക്കിയിട്ട് എൻ്റെ അടുത്ത് വന്നാൽ മതി, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. പക്ഷേ യു ഹാവ് ടു somehow actively involve yourself in some kind of weight training or weight loss management. അതെ, വെയിറ്റ് ലോസ് മാനേജ്മെൻറ്റിൽ എന്തെങ്കിലും എന്താ പറയുക ഇൻവോൾവ് ആവുകയും അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് യു ഹാവ് ടു ഡെഫിനറ്റ്ലി കട്ട് ഡൗൺ യുവർ വെയിറ്റ്. ബിക്കോസ് ഇല്ല ഐ എം എ ഫുഡി സോ ക്യൂട്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിൽ കാര്യമില്ല. അത് ക്രേവിങ്സ് സപ്രസ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് നമ്മൾ വേറെ വഴി, ഞാൻ പറഞ്ഞതുപോലെ ഗീക്ക് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, കണ്ടിട്ടില്ലാത്തവരൊന്നും കണ്ടോട്ടെ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് ക്രേവിങ്സ് സപ്രസ് ചെയ്യണം. ഈ PCOD ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ ക്രേവിങ്സ് ആണ്. നമുക്ക് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ നമുക്ക് മധുരം കഴിക്കാൻ തോന്നും. എങ്ങാനും ഉണർന്നു പോയാൽ ക്രേവിങ്സ് ഉണ്ടാവും. ട്രൈ ടു ടേക്ക് യുവർ ഡിന്നർ ബിഫോർ 7 PM or 8 PM മാക്സ്. അത് കഴിഞ്ഞിട്ട് യു നീഡ് ദാറ്റ് ഹെൽത്തി ഫാസ്റ്റിംഗ് അവേഴ്സ്, അറ്റ്ലീസ്റ്റ് ഒരു 12 hours ഫോർ ബോഡി ടു റിലാക്സ്. അതാ ബോഡി ഒന്ന് കുറച്ച് നേരം, അതാണ് ഇല്ലാത്തത് അതാണ് ഇല്ലാത്തത്. ബോഡിക്ക് റെസ്റ്റ് എടുക്കാൻ നമ്മളൊരു സമയം കൊടുക്കുന്നില്ല. ഇങ്ങനെ ഇടയ്ക്കിടെ കഴിച്ചുകൊണ്ടിരുന്ന ബോഡി എപ്പോഴും ഇങ്ങനെ മനസ്സിലായില്ലേ കഴിക്കുള്ളൂ എന്ന് പറയുന്നത്, കുറച്ചേ കഴിക്കുള്ളൂ എന്ന്. പക്ഷേ ക്വാണ്ടിറ്റി, പക്ഷെ ആ കുറച്ച് കഴിക്കുമ്പോൾ നമ്മൾ ഡൈജസ്റ്റീവ് എൻസൈംസ് മൊത്തം ഔട്ട് പോർ ചെയ്യുവാണ് നമ്മുടെ സിസ്റ്റത്തിനകത്തോട്ട്. പിന്നെയും വർക്ക് കൊടുത്തോണ്ട് കുറച്ച് കഴിയുമ്പോൾ ബോഡി അങ്ങ് എക്സോസ്റ്റഡ് ആവും. സോ അറ്റ്ലീസ്റ്റ് ആ ഒരു ഓവർ നൈറ്റ് ഫാസ്റ്റിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റ്ലീസ്റ്റ് 12 hours ഫാസ്റ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ്. ദാറ്റ്സ് വൈ ഐ എം ആസ്കിങ് യു ടു ടേക്ക് ഡിന്നർ ബിഫോർ 8 PM അറ്റ്ലീസ്റ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു 12 hours ഫാസ്റ്റിംഗ് കിട്ടും. ബിക്കോസ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും അറ്റ്ലീസ്റ്റ് ഒരു 9 മണിക്കുള്ളിൽ കഴിക്കുന്ന ഒരു സാധനമാണ്. പിന്നെ കുറേ പേരുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്ന കാറ്റഗറി ഓഫ് പീപ്പിൾ. അവരുടെ അടുത്ത് ഞാൻ പറയാറുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യരുതെന്ന്. പക്ഷേ ലൈക്ക് 3 നേരം കഴിക്കണം എന്നുള്ളതാണോ അഡ്വൈസ് ചെയ്യുക? അതെ, 3 നേരം കഴിക്കുകയും വേണം. 3 നേരം ഹെൽത്തി ഫുഡ് കഴിക്കണം. പ്രോട്ടീൻ, അതെ, ഹൈ പ്രോട്ടീൻ ഡയറ്റ്. ഹൈ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഈ ഹൈ പ്രോട്ടീൻ നമുക്ക് അതിനുള്ള പൈസ ഇല്ല അങ്ങനെയൊക്കെ പറയും. വേ പ്രോട്ടീൻ എടുക്കണം എന്നല്ലേ? അത് അങ്ങനെയുള്ളതല്ലല്ലോ നമ്മൾ പറയുന്നത്. നമുക്കിപ്പം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. വെജിറ്റേറിയൻസ് ആണെങ്കിൽ ഞാനിങ്ങനെ പറയാറുണ്ട്, സി ഇഫ് യു ആർ എ വെജിറ്റേറിയൻ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ആർ എ കാർണിവോർ. ഓക്കെ, ഞാൻ ഭയങ്കര അങ്ങനെയല്ല, പക്ഷേ
എന്താ പറയുക, ബൈ ബർത്ത് യു ആർ എ കാർണിവോർ. അപ്പം നമുക്ക് മീറ്റ് ഡൈജസ്റ്റ് ചെയ്യാനുള്ള എൻസൈംസ് കുറേ ഉണ്ട് നമ്മുടെ ബോഡിയിൽ. പക്ഷേ ഗ്രീൻ ലീഫി വെജിറ്റബിൾസോ അങ്ങനെ ഇലയെന്നുള്ള സെല്ലുലോസ് ആ ടൈപ്പുള്ള ഒരു പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ ചെയ്യാനുള്ള എൻസൈംസ് നമ്മുടെ ബോഡിയിൽ കുറവാണ്. ദാറ്റ് തിങ് യു ഹാവ് ടു ഗെറ്റ് ഇൻ ടു യുവർ. അങ്ങനെ ഒരു വെജിറ്റേറിയൻ ആണെങ്കിൽ ഒബ്വിയസ്ലി യു ഹാവ് ടു ടേക്ക് പ്രോട്ടീൻ അതർവൈസ്. നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ ഐ സേ ലൈക്ക് അറ്റ്ലീസ്റ്റ് ഒരു 3 times മീറ്റ് എടുക്കണം. 3 times a week എങ്കിലും അറ്റ്ലീസ്റ്റ്. പിന്നെ ഈ പ്രോട്ടീൻ റിച്ച് ഫുഡ് ഏതാണെന്നുള്ള പലർക്കും അറിയത്തില്ല. എല്ലാവരും പ്രോട്ടീൻ കേൾക്കുമ്പോൾ ഉടനെ വേറെ ഒന്നും ഇല്ലെങ്കിലും കടലെങ്കിലും, കടല, കപ്പലണ്ടി, പനീറൊക്കെ ഹൈ ടോഫു പനീർ ഭയങ്കര നല്ലതാണ്. അതൊന്നും ആർക്കും എല്ലാവരുടെ മനസ്സിൽ പെട്ടെന്ന് ബദാം, പിസ്ത അങ്ങനെയുള്ള വലിയ വലിയ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത് പ്രോട്ടീൻ കേൾക്കുമ്പോൾ. സ്പിനാച്ച് ഭയങ്കര നല്ലതാണ്. സ്പിനാച്ച് നമ്മുടെ ഐ തിങ്ക് കേരളത്തിലെ ഡയറ്റിൽ ഇല്ലെന്ന് തോന്നുന്നു സ്പിനാച്ച്. അതൊരു പ്രത്യേക തരം ചീരയല്ലേ? ഇവിടെ അതധികം കിട്ടില്ല. വേറെ തരം ചീര ഉണ്ട്. ഈ പാലക് പനീർ എന്നൊക്കെ പറയുന്നതാണ് സ്പിനാച്ച്. അതാണ് അത് നല്ലതാണ്, ഭയങ്കര നല്ലതാണ്. അപ്പം അങ്ങനത്തെ സ്പിനാച്ച്, പിന്നെ അവോക്കാഡോ ഇപ്പൊ കിട്ടുന്നുണ്ടല്ലോ, സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. ഇച്ചിരി കോസ്റ്റ്ലി എല്ലാവർക്കും പറ്റത്തില്ല, പക്ഷെ ഭയങ്കര നല്ലതാണ് അത്. പിന്നെ പിന്നെ പ്രശ്നം പിന്നെ ബെറീസ് ആണ് ഏറ്റവും നല്ലത്. ബെറീസ് നമുക്കിവിടെ കുറവാണ്. ബെറീസിന്റെ പ്രശ്നം എന്താ പറയുക, നമ്മളത് പറഞ്ഞ ആൾക്കാർ വാങ്ങിയാൽ കെമിക്കൽസ് നല്ല കൂടുതലാണ്. നമ്മൾ ഇവിടെ ഉള്ളതല്ലല്ലോ, ഇമ്പോർട്ടഡ് അല്ലേ. അപ്പോൾ അതിനകത്ത് കെമിക്കൽസ് കൂടുതലുണ്ട്. അപ്പൊ അത് ഇല്ലാത്തത് കഴിച്ചിട്ടുള്ള ആന്റി ഓക്സിഡൻസ് ഉള്ളത് ബെറീസ് ആണ്. അതാണ് പ്രശ്നം. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഇവിടെ വളരുന്ന നാച്ചുറൽ, നമ്മുടെ ഇവിടെ ഉള്ള നാച്ചുറൽ ആയിട്ടുള്ളത് എന്തെങ്കിലും റിസോർട്ട് ചെയ്യണം നമ്മൾ. അതൊരു വളരെ ഒരു സംഭവം തന്നെയാണ്. അല്ലാതെ പറഞ്ഞ ഇപ്പൊ കിവി ഒക്കെ ആയാലും നമ്മള് നല്ലതാണ്, ആന്റി ഓക്സിഡന്റ് റിച്ച് ആണ്. പക്ഷെ അതൊക്കെ എത്രത്തോളം നല്ലതാണെന്ന് അവൈലബിലിറ്റി, ആക്സസിബിലിറ്റിയും കുറവാണ് നമ്മുടെ നാട്ടിൽ. അത് കെമിക്കലി ഒത്തിരി ഉണ്ട് അതിൽ കെമിക്കൽസ്. ഇപ്പം മുന്തിരി ആയാലും ഫ്രൂട്ട്സ് കഴിക്കണം, വെജിറ്റബിൾസ് കഴിക്കണം എന്നൊക്കെ നമ്മൾ അവരോട് പറയും. പക്ഷെ ഈ കഴിക്കുന്ന വെജിറ്റബിൾസും ഫ്രൂട്ട്സിലും ഒക്കെ കൂടുതൽ കെമിക്കൽ എക്സ്പോസ് കൂടുതലാണ്. മാക്സിമം ആന്റി ഓക്സിഡൻസ് കിട്ടാൻ ആക്ച്വലി നമ്മുടെ ബെസ്റ്റ് നമ്മുടെ കേരളം എന്ന് പറയുകയാണെങ്കിൽ വി ആർ ലൈക്ക് സ്പൈസ് ഡിസ്ട്രിക്ട്, റൈറ്റ്? സോ മാക്സിമം ടർമറിക്, സാഫ്രോൺ ഈ സാധനങ്ങളൊക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്യാം ഡയറ്റിൽ. എള്ള് നല്ലൊരു സപ്ലിമെന്റാ. കറുത്ത എള്ള് നല്ലതാണ് കഴിക്കുന്നത്. PCODക്ക് ആയാലും പൊതുവെ എള്ള് എല്ലാ ദിവസവും കഴിക്കുന്നത് നല്ലതാണ്, ഹെൽത്തിയാണ്. എള്ളുണ്ട അങ്ങനത്തെ ആ രീതിയിലുള്ളത്. ഓക്കെ ഫൈൻ. നമ്മുടെ മെൻസ്ട്രൽ സൈക്കിൾ റെഗുലേഷനും ഒക്കെ നല്ലതാണ്. ഓക്കെ ഫൈൻ. അപ്പം അങ്ങനെ ഒരു ഡയറ്റ് പാറ്റേൺ ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. സോ PCO ഉള്ളവർ, പക്ഷെ വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഈ PCO ആയിട്ട് വരുന്ന കുട്ടികൾ ഇത് മൊത്തത്തിൽ കുറച്ച് ഈ ലൈഫ് സ്റ്റൈലെല്ലാം കുറച്ച് ഹെയർവയറായിട്ട് കിടക്കുന്ന ആൾക്കാരാണ് വരുന്നത്. അപ്പോൾ അവരുടെ അടുത്തൊന്ന് റുട്ടീനാക്കി പറയണമെങ്കിൽ, എസ്പെഷ്യലി ഞാൻ പറഞ്ഞു ഈ 90 kgs ഒക്കെ പെട്ടെന്ന് 60 kg ആക്കണമെങ്കിൽ ഇച്ചിരി പാടാണ്. നല്ലപോലെ മോട്ടിവേഷൻ വേണം. അപ്പോൾ അതിന് ഇപ്പം നമുക്ക് ട്രൈ ചെയ്യാവുന്നത് GLP-1, ഇപ്പം സെമഗ്ലൂട്ടൈഡ് ഒക്കെ കൊടുക്കാം. ആക്ച്വലി ഇപ്പം സെമഗ്ലൂട്ടൈഡ് അത് കൊടുക്കുന്നുണ്ട്. ഇപ്പം സെമഗ്ലൂട്ടൈഡ്, അതായത് നമ്മുടെ എന്താ പറയുക ഒസെമ്പിക് ഒക്കെ ഇവിടെ അവൈലബിൾ അല്ല. നമുക്കിവിടെ മോഞ്ചറോ അവൈലബിൾ ആണ്. ഒസെമ്പിക് ഇമ്പോർട്ട് ചെയ്യണം. അപ്പം മോഞ്ചറോ ഒക്കെ ആണെങ്കിൽ നമുക്ക് വീക്ക്ലി ഇഞ്ചെക്ഷൻസ് ആണ്. അപ്പോൾ വീക്ക്ലി ഇഞ്ചെക്ഷൻസ് കുറച്ച് സൈഡ് എഫക്റ്റുകൾ, മിനിമൽ സൈഡ് എഫക്ട്സേ ഉള്ളൂ. ലൈക്ക് നോസിയ, ഒരു വോമിറ്റിംഗ് ഫീലിംഗ്. അത് ഈ മെറ്റ്ഫോമിൻ എടുക്കുമ്പോൾ ലോങ് ടേം ലോങ് ടേം ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഈ വെയിറ്റ് ഈ 90 kg 60 kg ആവുന്നവരെ ആ ഒരു, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു സബ്സ്റ്റാൻഷ്യലി ഒരു വെയിറ്റ് കുറഞ്ഞ് നമ്മുടെ അണ്ടർ കൺട്രോൾ, അറ്റ്ലീസ്റ്റ് ഒന്ന് ജിമ്മിൽ പോയി വെയിറ്റ് ട്രെയിനിങ് ചെയ്യാൻ പറ്റുന്ന ഒരു വെയിറ്റ് ആകും. 90 kgsൻ്റെ അടുത്തൊക്കെ ഞാൻ ജിമ്മിൽ പോകാൻ പറയാറില്ല. ബിക്കോസ് വേറെ എന്തെങ്കിലും പറ്റും, ഫ്രാക്ചർ വല്ലതും ആയാലോ, തേയ്മാനമൊക്കെ വരും. അപ്പം ഞാൻ ഒരിക്കലും പറയത്തില്ല. നമ്മുടെ ഉള്ളിൽ ഒതുക്കാൻ പറ്റുന്ന ഒരു വെയിറ്റ് ആയതിനു ശേഷം then you go to gym or you do aerobic exercises or you do cardio, ജമ്പിങ് ജാക്സ് ഓർ സ്വിമ്മിങ്ങോ ജമ്പിങ് ജാക്സോ സൂംബായോ എന്ത് വേണമെങ്കിലും ചെയ്തോ, കുഴപ്പമില്ല. പക്ഷേ 90 kgs അല്ലെങ്കിൽ 90 above kgs ആളുടെ അടുത്ത് ഞാൻ പെട്ടെന്ന് ജിമ്മിൽ പോകാൻ പറഞ്ഞുണ്ടല്ലോ, അവർക്കും ഒരു ജിമ്മിലെ ബാക്കിയുള്ളവരെയും ബോഡി ബിൽഡേഴ്സിനെ കാണുമ്പോൾ അവർക്കും ഒരു സങ്കടം. മൊത്തത്തിൽ നന്നായിട്ട് വരും, പോസിറ്റീവായിട്ട് വരും. ചിലർക്ക് പക്ഷേ അതൊരു ബുദ്ധിമുട്ടായിട്ട്, ബിക്കോസ് ഇറ്റ്സ് എ കോൺസ്റ്റന്റ് മോട്ടിവേഷൻ അല്ലെങ്കിൽ ഡ്രൈവ് വേണ്ട ഒരു സാധനമാണ് വെയിറ്റ് ലോസ് എന്ന് വെച്ചാൽ. അപ്പോൾ അതിന് നമ്മളൊന്ന് ജസ്റ്റ് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ഡു ഗിവ് മോഞ്ചറോ ഓർ വി ഗിവ് ലൈക്ക് വെഗോവി ഇഞ്ചെക്ഷൻസും കൊടുക്കാം. അല്ലെങ്കിൽ സെമഗ്ലൂട്ടൈഡ് ലൈക്ക് മെഡിസിൻ ആയിട്ട് തന്നെ എടുക്കാം. റൈബിൾസ് എന്ന് പറയും, അതിൻ്റെ ഏറ്റവും ലോവസ്റ്റ് ഡോസിൽ തുടങ്ങാം. എത്ര പീരീഡ് വേണം അത്?
അത് റൈബൽസിസ് എന്ന് പറയുമ്പോഴത്തെ ടാബ്ലറ്റ്, അത് ഡെയിലി എടുക്കേണ്ട ടാബ്ലറ്റ് ആണ്. അതൊരു 1 month കൊടുത്തിട്ട് എത്രത്തോളം വെയിറ്റ് കുറയുന്നു നോക്കും നമ്മൾ. മാക്സിമം എത്ര കുറയാറുണ്ട്? 1 monthൽ 10 kgs ഒക്കെ കുറയാറുണ്ട്. 1 monthൽ 10 kgs കുറയാറുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട് വെയിറ്റിന്റെ കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. ഇനീഷ്യലി വെയിറ്റ് കുറയുന്നത് വന്നിട്ട് വാട്ടർ വെയിറ്റ് ആണ് കുറയുന്നത്. വാട്ടർ റിട്ടൻഷൻ, കാരണം ഒരു ചെറിയൊരു വെയിറ്റ് ഉണ്ടല്ലോ, അത് പെട്ടെന്ന് കുറയും. പിന്നെ ഈ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് പെട്ടെന്ന് കുറയും. ഗ്ലൂക്കോസ് നമ്മളിപ്പോൾ ഇൻജസ്റ്റ് ചെയ്യുന്ന ഗ്ലൂക്കോസിൻ്റെ അപ്പോഴത്തെ ഉള്ളത് അത് പെട്ടെന്നൊന്ന് മെറ്റബിളൈസ് ആവും. പിന്നെ ഈ ഫാറ്റ് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫാറ്റ്, മനസ്സിലായില്ല, ഗ്ലൂക്കോസ് എങ്ങനെ? അതായത് ഇപ്പം നമ്മളിപ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു, അപ്പോൾ ആ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ നിന്ന് എടുത്ത ഗ്ലൂക്കോസ് ഇപ്പം ബ്ലഡിൽ കിടപ്പുണ്ട്, അത് മെറ്റബിളൈസ് ചെയ്യാൻ എളുപ്പമാണ്. പക്ഷേ ഈ സ്റ്റോറായി കിടക്കുന്ന ഗ്ലൂക്കഗോൺ സ്റ്റോറായി കിടക്കുന്ന അത് മൊബിലൈസ് ചെയ്ത് ഗ്ലൂക്കോസ് ആക്കാൻ, അല്ലെങ്കിൽ ഫാറ്റ് സ്റ്റോറായി കിടക്കുന്ന ഫാറ്റ് മൊബിലൈസ് ചെയ്തിട്ട് ഈ മെറ്റബിളൈസിങ് ഒരു ഏജന്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ളത് അത് ഇച്ചിരി കഷ്ടപ്പാടാണ്. അപ്പോഴാണ് ഞാൻ ഈ പിള്ളേർക്കൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് ഇനിഷ്യലി ഉള്ള വെയിറ്റ് പെട്ടെന്ന് കുറയും. ഇവർ ഇപ്പം ജിമ്മിൽ പോവുകയാണെങ്കിൽ തന്നെ പിന്നെ ഒരു വെയിറ്റ് എത്തുമ്പോൾ ആ വെയിറ്റ് ഇത് പിന്നെ കുറയാൻ ഭയങ്കര പാടാണ്. അവിടെ വെച്ചൊരു നിൽക്കും അങ്ങ്, പിന്നെ അങ്ങോട്ട് കുറയാൻ നല്ല പാടാണ്. അപ്പം ഞാൻ പറയും അത് എന്തെങ്കിലും കോർ സ്ട്രെങ്തനിങ് എക്സസൈസസ് ചെയ്യേണ്ടി വരും, വെയിറ്റ് ട്രെയിനിങ് തന്നെ എടുക്കേണ്ടി പക്ഷേ ഇങ്ങനെ ആ ഒരു 1 monthനുള്ളിൽ 10 kg കുറയെന്ന് പറയുമ്പോൾ ഭയങ്കര വലിയൊരു ചേഞ്ച് അല്ലേ, വലിയൊരു അപ്പം പെട്ടെന്ന് അത്രയും ഒരു kg കുറയുമ്പോൾ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഹാപ്പി ആക്ച്വലി. അവർക്ക് തന്നെ ഒരു ഇപ്പൊ ക്രേവിങ്സ് ഒക്കെ കുറഞ്ഞു, ക്രേവിങ് നല്ല പോലെ കുറയും. സെറ്റൈറ്റി, അതായത് അവർക്ക് ഫീലിംഗ് ഓഫ് ഫുൾനെസ് വരും കുറച്ച് കഴിക്കുമ്പോൾ. അവർ പട്ടിണി കിടക്കുമല്ല, കഴിക്കുന്നുണ്ട്. പക്ഷെ 3 ചപ്പാത്തി എടുക്കുന്ന സ്ഥലത്ത് അവരിപ്പോ 1.5 ചപ്പാത്തി എടുക്കുന്നുള്ളൂ. അപ്പറ്റൈറ്റ് കുറയും. അപ്പറ്റൈറ്റ് കുറയും. അതെ, അത് പെട്ടെന്ന് ഫുൾ ഫീൽ ചെയ്യും. അവേർഷൻ ഒന്നുമല്ല, പെട്ടെന്ന് എനിക്ക് ഇത്ര മതി. ഇപ്പൊ കാണുമ്പോഴത്തേക്ക് ഇത് കൊള്ളാമല്ലോ, ലഞ്ചാണ് കഴിച്ചു തുടങ്ങുമ്പോഴത്തേക്ക് ഒരു ഹാഫ് ബൗൾ എത്തുമ്പോൾ അവർ മതി, എനിക്ക് ഇത്ര മതി. അപ്പൊ അവർ കൺട്രോൾ വരുത്താൻ സെമഗ്ലൂട്ടൈഡ് പറ്റുന്നുണ്ട്. അപ്പം അതൊരു വലിയ ഫാക്ടർ. ഈ ഒരു ഓവർനൈറ്റ് നേരത്തെ പറഞ്ഞുള്ള ക്രേവിങ് ഒന്നും ഇല്ല അവർക്ക്. അവർക്ക് എല്ലാം അത് നിൽക്കും, അതെല്ലാം നിൽക്കുന്നുണ്ട്. അപ്പോൾ ക്രേവിങ് കുറഞ്ഞ് ഷുഗർ കട്ട് ഡയറ്റും കൂടെ കൊടുത്താൽ തന്നെ ഭയങ്കരമായിട്ട് വെയിറ്റ് കുറയും. മസിൽ മാസ് മാത്രമേ കുറയുന്നുള്ളൂ, ബോൺ ഡെൻസിറ്റിയിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ ഈ 10 kg? ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. മസിൽ ലൂസ് ആവും. അപ്പം മസിൽ വേസ്റ്റിംഗ് വരാതിരിക്കാനായിട്ട് ഞാൻ എന്തായാലും ഒരു വേ പ്രോട്ടീൻ എടുക്കാൻ പറയും അവരോട്, ഫ്രം ഔട്ട് സൈഡ്. അതെന്തായാലും മസ്റ്റായിട്ട് എടുക്കാൻ പറയും. പിന്നെ വേറെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. മറ്റേ എന്താ പറയുക, മസിൽ ലൂസ് ആവും, ചിലവരിങ്ങനെ സ്കിൻ സാഗിങ് ഒക്കെ വരും. സ്കിൻ സാഗിങ് ഒക്കെ നമ്മൾ അത്രത്തോളം ഭയങ്കര ഒരു 50 kgs ഒക്കെ ലൂസായാൽ മാത്രമേ സ്കിൻ സാഗിങ് ഒക്കെ വരത്തുള്ളൂ. 10 kgs സ്കിൻ സാഗിങ് ഒന്നും വരത്തില്ല, അതൊന്നുമില്ല. അതെനിക്കൊന്ന് 10 kg കുറയുമ്പോൾ നെക്കിലാണ് പെട്ടെന്ന് ഒരു ലൈൻസ് വരാൻ ചാൻസ് ഉണ്ട്. അത് ശരിയാണ്, അത് കറക്റ്റ് ആണ്. ഓവറോൾ ദേ ആർ മോർ ഹാപ്പി അബൌട്ട് ദ ഫാക്ട് ദേ ലോസ്റ്റ് വെയിറ്റ്. അതാണ് വേണ്ടത്. അപ്പോൾ ആ വെയിറ്റ് ലൂസ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി അവരുടെ സൈക്കിൾസ് റെഗുലർ ആവുന്നുണ്ട്. അപ്പോൾ അതുവരേക്കും ഓവറായിട്ട് ബ്ലീഡ് ആയോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ബ്ലീഡിങ് ഒക്കെ നോർമൽ ആവും. ഇതുവരെ സൈക്കിൾസ് ഒന്നും വരാത്ത ആൾക്കാർക്ക് പെട്ടെന്ന് സൈക്കിളൊക്കെ വന്നു തുടങ്ങും. സോ ദാറ്റ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ട് ദാറ്റ് വെയിറ്റ് നോർമൽ BMI ആക്കണം, ആക്കിയിരിക്കും. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് റൂളാണ്. ലീൻ PCO is another thing, I'm not going there. പക്ഷെ ഒബീസ് PCO ആണോ, യു ഹാവ് ടു ബ്രിങ് യുവർ വെയിറ്റ് ടു നോർമൽ BMI. അല്ലാതെ എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. യു ഹാവ് ടു ഡു സംതിങ് ആക്റ്റീവ്ലി അബൌട്ട് യുവർ ലൈഫ്. ബിക്കോസ് നമ്മളെല്ലാവരും PCO വരാൻ ടെൻഡൻസി ഉള്ള ആൾക്കാരാണ്. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞ എൻവയോൺമെൻറ്റൽ പൊല്യൂട്ടൻസ് നമ്മുടെ അമ്മമാരെല്ലാവരും കടന്നു പോയിട്ടുള്ളതാണ്. സോ വി ഓൾ ഹാവ് ദ ടെൻഡൻസി. പക്ഷേ കുറച്ച് പേർക്ക് വരുന്നില്ല, കുറച്ച് പേർക്ക് വരുന്നുണ്ടല്ലോ, വിച്ച് മീൻസ് അത് തന്നെയാണ്. സോ ദ മോർ ഡിസിപ്ലിൻ ലൈഫ് സ്റ്റൈൽ യു ഹാവ്, ദ ബെറ്റർ ഇറ്റ് ഇസ്. അപ്പോൾ അത് ദാറ്റ് യു ഹാവ് ടു ഗെറ്റ് ഇൻ സൈഡ് യുവർ ഹെഡ്. മറ്റെല്ലാം ചെയ്തിട്ട് നമ്മുടെ ഹെൽത്ത് നോക്കാനിരുന്നാൽ നടക്കില്ല. അതെ, ഹെൽത്ത് നോക്കുക. യു ആർ ഇമ്പോർട്ടൻറ്റ്, യു ഷുഡ് ബി യുവർ പ്രയോറിറ്റി. സെൽഫ് ലവ് കുറച്ച് വേണം. അപ്പം യുവർ ഹെൽത്ത് ഷുഡ് ബി ദ ഫോർമോസ്റ്റ് പ്രയോറിറ്റി. ആൻഡ് ഹെൽത്ത് എന്ന് വെച്ചാൽ നോട്ട് ജസ്റ്റ് എനിക്ക് ഡയബറ്റിക് വരുന്നില്ലല്ലോ, ഹൈപ്പർ ടെൻഷൻ വരുന്നില്ലല്ലോ, അത് മാത്രമല്ല. ഇറ്റ് ഷുഡ് ബി PCO വരുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഐ ആം ഫെർട്ടൈൽ എന്ന് പറയുന്നത് തന്നെ ഇപ്പം ഈ കാലത്ത് ഭയങ്കര വലിയ കാര്യം തന്നെയാണ്. ഫെർട്ടിലിറ്റി ഇഷ്യൂ ഇല്ലെങ്കിൽ തന്നെ ഭയങ്കര വലിയ കാര്യമാണ്. ദാറ്റ് ഇറ്റ് സെൽഫ് ക്യാൻ ബ്രിങ് ഡൗൺ യുവർ സ്ട്രെസ് ടു ഭയങ്കര വേറെ ലെവൽ. ബിക്കോസ് കുട്ടികളുണ്ടാവാൻ സാധിക്കാത്ത കുറേ പേരുണ്ട്, അവർക്ക് നല്ലപോലെ കഷ്ടപ്പെടുന്നുണ്ട്, നല്ലപോലെ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. സോ ഒരു കുട്ടി ആയാൽ തന്നെ യു ഷുഡ് ബി വെരി ഗ്രേറ്റ്ഫുൾ ദാറ്റ് ഓക്കെ യു ഡിഡ്ന്റ് ഹാവ് ടു ഗോ ത്രൂ ദാറ്റ് മച്ച് ഓഫ് ഹാർഡ്ഷിപ്പ് ഇൻ കൺസീവിങ് തന്നെ.
കൺസീവ് ആയിട്ടും കുറേ പേർക്ക് ഇങ്ങനെ റിപ്പീറ്റഡ് അബോർഷൻ വരുന്നതും കുറേ ആൾക്കാരുണ്ടല്ലോ. സോ യു ഷുഡ് ബി ഗ്രേറ്റ്ഫുൾ അറ്റ്ലീസ്റ്റ് ഐ ഡോണ്ട് ഹാവ് ടു ഗോ ത്രൂ ഓൾ ദാറ്റ്. പിന്നെ ലൈക്ക് യു സെഡ് ബിഫോർ, പോസ്റ്റ് പാർട്ടവും യു ഷുഡ് കണ്ടിന്യൂ യുവർ സെൽഫ് ലവ്. അപ്പോഴും യു ഹാവ് ടു കീപ് എന്താ പറയുക, ടേക്കിംഗ് കെയർ ഓഫ് യുവർ ഹെൽത്ത്, ടേക്കിംഗ് കെയർ ഓഫ് യുവർ എന്താ പറയുക പെൽവിക് മസിൽ ഹെൽത്തും അതെല്ലാം ടേക്ക് കെയർ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ യു വിൽ ഹാവ് എ വെരി എന്താ പറയുക അറ്റ്ലീസ്റ്റ് പീസ്ഫുൾ ലൈഫ്, ഹാപ്പി ലൈഫ് അല്ലെങ്കിൽ കൂടെ ഒരു പീസ്ഫുൾ ലൈഫ് ഉണ്ടാവും. അതാ.